ഇന്ന് നമ്മൾ ഫോക്കസ് ന്യൂസ് ടിവിയിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. കാരണം നമ്മളിന്നൊരു പുതിയ പങ്ക്തി ആരംഭിക്കുകയാണ്. പ്രേക്ഷകർക്കൊരു മുഖവരിയുടെ ആവശ്യമില്ലാത്ത ആർ ശ്യാം ബാബു കരിയറിൻ്റെ തുടക്കം മുതൽ തന്നെ പ്രത്യേകിച്ചും ഈ ഒരു ക്രൈം റിപ്പോർട്ടിങ്ങിൽ തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ്. നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോഴും സജീവമായി തന്നെ തുടരുന്ന ആളാണ്. എന്തായാലും ഫോക്കസ് ന്യൂസിനൊപ്പം ഇനി അല്ലേ കുറച്ചാൾ ശ്യാം ചേട്ടനെ കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ചേട്ടാ, നമ്മളിന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം. ഐവിൻ ജിജോയുടെ കേസിനെ പറ്റിയിട്ടാണ് സംസാരിക്കാമെന്ന് തോന്നുന്നു. സമാനമായിട്ടുള്ള ചന്ദ്രബോസിൻ്റെ അടക്കം കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു 24-കാരനായിട്ടുള്ള ചെറുപ്പക്കാരനാണ്. അതും പ്രതിസ്ഥാനത്തുള്ളത് 2 CASF ഉദ്യോഗസ്ഥരാണെന്നുള്ളതാണ്. എന്താണ് കേസിൻ്റെ ഒരു നാൾവഴി? ഇത് ഈ 2015 ജാനുവരി മാസം 29-ാം തീയതിയാണ് തൃശ്ശൂർ ശോഭ സിറ്റിയിൽ ചന്ദ്രബോസ് എന്ന് പറയുന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ മുഹമ്മദ് നിഷാം എന്ന് പറയുന്ന ആ ശോഭ സിറ്റിയിലെ താമസക്കാരൻ തന്നെ ഇടിച്ച് കൊലപ്പെടുത്തിയത്. അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ ഗേറ്റ് തുറക്കാൻ താമസിച്ചു എന്നതും ID കാർഡ് ചോദിച്ചു എന്നതുമാണ്. ഈ 2 കാര്യങ്ങൾ. അപ്പം ഇയാൾ പ്രകോപിതനായി നേരെ വാഹനം മുന്നോട്ടെടുത്തു. ഈ വാഹനം മുന്നോട്ടെടുത്തപ്പോൾ ചന്ദ്രബോസ് ഭയന്ന് മുമ്പോട്ട് ഓടി. അതിന് മുമ്പ് തന്നെ സെക്യൂരിറ്റി ക്യാബിനെ അയാൾ അടിച്ച് തകർത്തായിരുന്നു. അതിനുശേഷമാണ് പ്ലാൻഡ് ആയിട്ട് ചെയ്തൊരു കാര്യം. ഇടിച്ച് അയാൾ പ്രകോപിതനാണ്. പെട്ടെന്ന് പ്രകോപിതനാകുന്ന ഒരു സ്വഭാവമാണ് അയാൾക്ക് ഈ നിഷാമിനുണ്ടായിരുന്നത്. അങ്ങനെ അതിനുശേഷം ഇയാളെ ഹമ്മർ കൊണ്ട് ഇടിച്ച് വീഴ്ത്തുകയും പിന്നെ ഹമ്മറിനകത്ത് എടുത്തിട്ട് വണ്ടിക്കകത്ത് എടുത്തിട്ട് കൊണ്ടുപോയി പാർക്കിങ്ങിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് ഇയാളുടെ മരണം സംഭവിക്കുന്നത്. ഇയാളുടെ ഭാര്യയിൽ ഒടിഞ്ഞ് ആന്തരികാവയവങ്ങളിൽ കയറിയപ്പോഴാണ് മരണം സംഭവിച്ചത്. 4 സർജറിയാണ് മൊത്തം നടത്തി, എന്നിട്ടും രക്ഷിക്കാൻ സാധിച്ചില്ല. അതിനുശേഷം ഉണ്ടായ ഒരു ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ് ഈ ഐവിൻ ജിജോയുടേത്. ഐവിൻ്റേത് അങ്കമാലി തുറവൂർ സ്വദേശിയാണ് ഈ 24 വയസ്സുള്ള ഐവിൻ ജിജോ. ഇത് ഏറ്റവും ഭയങ്കര ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISF അവരുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി എന്നാണ്. പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി എന്നാണ് അവരുടെ ആപ്തവാക്യം. രാജ്യത്തെ വിമാനത്താവളങ്ങളെല്ലാം തന്നെ CISFൻ്റെ കൺട്രോളിലാണ്. പിന്നെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുള്ള വ്യവസായ കേന്ദ്രങ്ങളൊക്കെ തന്നെ CISF സുരക്ഷയിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇവരിൽ നിന്ന് തന്നെ ഡെപ്യൂട്ടേഷൻ പോയിട്ട് PM-നടക്കം സുരക്ഷ ഒരുക്കുന്ന വിഭാഗവുമുണ്ട്. പ്രൈം മിനിസ്റ്റർ വരുമ്പോൾ പോലീസ് എന്നൊക്കെ ജാക്കറ്റ് ഇട്ടിരിക്കുന്ന ശ്രദ്ധിച്ചിട്ടില്ലേ? പോലീസ് എന്നും പറഞ്ഞ് ജാക്കറ്റ് ഇട്ട് തോക്കുമായിട്ട് നടക്കുന്ന അത് ഇവരിൽ നടക്കം ഡെപ്യൂട്ടേഷൻ പോയവരാണ്. ഇവർ CRPF, ITBP, SSB അങ്ങനെയുള്ള വിഭാഗങ്ങളിൽ നിന്നാണ് ഇവരെ ഡെപ്യൂട്ടേഷൻ ഇങ്ങനെ പോകാറുള്ളത്. അപ്പോൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ജോലി ചെയ്യേണ്ട ഒരു വിഭാഗമാണ് ഇവർ. അപ്പോൾ അതിലെ CSF SI വിനയകുമാർ, ഇയാൾ UP-കാരനാണ്, ഉത്തർപ്രദേശുകാരനാണ്. പിന്നെ അയാൾക്കൊപ്പം ആ വാഹനത്തിലുണ്ടായിരുന്ന ബീഹാർ സ്വദേശി മോഹൻകുമാർ, അയാൾ CSFൻ്റെ കോൺസ്റ്റബിളാണ്. വിനയകുമാർ SI ആണ്. ഇവർ രണ്ടുപേരും കൂടി ഈ അങ്കമാലി ആ നായത്തോട് എയർപോർട്ടിൻ്റെ അടുത്ത് നായത്തോട് വെച്ചാണ് ഈ വിഷയം ഉണ്ടാകുന്നത്. ഈ വിഷയം ഉണ്ടാകുന്ന സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും വൈറ്റലായ എവിഡൻസ് ഹാർഡ് ഡിസ്ക് പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്, ഒറിജിനൽ ഹാർഡ് ഡിസ്ക്. അപ്പോൾ അവിടെ വെച്ച് ഇവരുടെ 2 പേരുടെയും വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ വാഹനം, അതായത് വിനയകുമാർ ഓടിച്ചിരുന്ന വാഹനത്തെ ഈ ഐവിൻ ഓവർടേക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഈ വാഹനം കുറച്ച് ഫ്രണ്ടിലോട്ട് ഇയാളുടെ വാഹനം, വിനയകുമാറിൻ്റെ വാഹനം കുറച്ച് വലത്തേക്ക് മാറി ഐവിൻ്റെ വാഹനത്തിൽ കയറി ഉരഞ്ഞു. അതിനുശേഷമാണ് ഈ വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ വിനയകുമാർ ഇറങ്ങി ഇയാളെ അസഭ്യം പറഞ്ഞു, ഈ ഐവിനെ അസഭ്യം പറഞ്ഞു. എന്നിട്ട് ഇയാൾ റിവേഴ്സ് എടുത്ത് വാഹനം പിന്നോട്ടെടുത്തിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ ഐവിൻ കയറി ഫ്രണ്ടിൽ നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ട്, പോലീസ് വന്നിട്ട് ഇനി പോയാൽ മതി എന്ന് പറഞ്ഞ് പോലീസിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തു. ഐവിൻ വട്ടം നിന്നു. ഇയാളുടെ വീഡിയോയും എടുത്തു. ആ സമയത്താണ് ഈ വാഹനം അമിത വേഗതയിൽ മുന്നോട്ടെടുക്കുന്നത്. അവിടെ നിന്നും പോകുന്ന വാഹനം അവിടെ ആ സെൻറ്റ് ജോൺസ് ചാപ്പൽ വരെ നായത്തോട് നിന്ന് ഓടിപ്പോയി. അതായത് 1.5 കിലോമീറ്റർ വരും. 1.5 കിലോമീറ്ററോളം ഈ 24 വയസ്സുകാരനെ ഈ ബോണറ്റിൽ അവരെടുത്തിട്ടിരുന്നു. അതായത് ഇടിച്ച് ബോണറ്റിലായിപ്പോയി. ആഘാതത്തിൽ ബോണറ്റിലേക്ക് വീണു. അത് വാഹനം എന്ന് പറയുന്നത് മാരുതിയുടെ എക്സ്പ്രസോ വൈറ്റ് എക്സ്പ്രസോ, അതാണ് ഇവരുടെ വിനയകുമാറിൻ്റെ വാഹനം. അപ്പോൾ അതിൽ ഇയാൾ ബോണറ്റിൽ പരമാവധി പിടിച്ച് കിടന്നു എന്ന് മാത്രമല്ല, ഇയാൾ അതിൽ നിന്ന് അപേക്ഷിക്കുന്നുണ്ടായിരുന്നു. അയാളെ വണ്ടി നിർത്താൻ വേണ്ടി അപേക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവർ നിർത്തിയില്ല.
അധിക ദൂരം അങ്ങനെ കൊണ്ടുപോകാനും പറ്റില്ലല്ലോ. പെട്ടെന്ന് തന്നെ ഇവർ കൊണ്ടുവന്ന് ബ്രേക്ക് ചവിട്ടിയപ്പോഴത്തേക്ക് വാഹനത്തിൻ്റെ ബോണറ്റിലുണ്ടായിരുന്നതിൽ നിന്ന് ഇയാൾ തെറിച്ച് വീണപ്പം ഇയാളുടെ ദേഹത്തൂടെ വലിച്ചു കയറ്റിക്കൊണ്ട് പോയി. ഏതാണ്ട് 10-20 മീറ്ററോളം വണ്ടിയുടെ ഫ്രണ്ട് വീലിൻ്റെ അടിയിൽ കുരുങ്ങിപ്പോയി ഈ ഐവിൻ. അങ്ങനെയാണ് ഇയാളുടെ. അപ്പോഴത്തേക്ക് ആളുകൾ ഓടിക്കൂടിയപ്പോൾ ഈ മോഹൻകുമാർ ഇറങ്ങി ഓടിക്കളഞ്ഞു. മോഹൻകുമാർ സ്ഥലത്ത് നിന്നും ഇറങ്ങി ഓടി. വിനയകുമാറിന് ഓടാൻ പറ്റിയില്ല. വിനയകുമാറിനെ നാട്ടുകാർ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. പോലീസ് എത്തിയാണ് പിന്നെ അയാളെ അവിടെ നിന്നും രക്ഷിച്ചത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ നായത്തോട് മേഖലയ്ക്ക് കുറേ മേഖലയ്ക്ക് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ്, വിജനമായ സ്ഥലങ്ങളാണ്, ഒരുപാട് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത് ചതുപ്പാണ് കുറേ സ്ഥലങ്ങളൊക്കെ. അത് കൃഷിയൊന്നും ചെയ്യാതെ വീടൊന്നും വെക്കാൻ പറ്റില്ല, ഭയങ്കരമായ ചതുപ്പാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിനകത്ത് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വലിയ പില്ലർ ഇറക്കിയിട്ടൊക്കെ ഫ്ലാറ്റ് ഇടും. ഇനി ആ ഭാഗത്ത് വളരാനെന്ന് പറയുന്ന അങ്ങനെയുള്ള ആ ഒരു മേഖലയുള്ളൂ ഇനി വളരാൻ. ബാക്കിയെല്ലാം എയർപോർട്ട് വന്നതോടുകൂടി എല്ലാവരും മേടിച്ച് കൂട്ടി. പിന്നെ അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തന്നെ അയാളുടെ മരണം സംഭവിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു അയാളുടെ പോസ്റ്റ്മോർട്ടം നടന്നപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രൈമറി അസംഷൻ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇയാളുടെ തലക്കേറ്റിരിക്കുന്ന മാരകമായിട്ടുള്ള മുറിവ്, അതാണ് ഇയാളുടെ മരണകാരണം എന്നാണ്. അതായത് തല ഒന്നുകിൽ ഇടിച്ച് തെറിപ്പിച്ച് മതിലിലേക്ക് ചെന്ന് ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ രണ്ടിടത്ത് നിന്നുള്ള വീഡിയോ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഈ സംഘർഷം നടക്കുന്ന സ്ഥലത്തെ വീട്ടിൽ നിന്നുള്ള ഒരു വീഡിയോ, പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു വീഡിയോ. ആ വീഡിയോയിലാണ് നമ്മൾ കാണുന്നത്, അതായത് ഇയാൾ ഫ്രണ്ടിൽ പിടിച്ച് കിടന്നുകൊണ്ട് ഈ വണ്ടി പോകുന്നത്. ഈ വാഹനം സ്പീഡിൽ പോകുമ്പോൾ ഇയാൾ അത് അതിൽ പിടിച്ച് കിടക്കുന്ന സംഭവം. അപ്പോൾ ഇയാളുടെ ജിജോ ജെയിംസ് എന്നാണ് അയാളുടെ അച്ഛൻ്റെ പേര്. അദ്ദേഹം നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ഉണ്ടല്ലോ അങ്കമാലി, അവിടുത്തെ സീനിയർ ഐവിൻ്റെ അച്ഛൻ. അപ്പോൾ ഐവിൻ്റെ അച്ഛൻ അവിടെ ഫിസിയോതെറാപ്പിസ്റ്റാണ് ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ. പിന്നെ എൻ്റെ മാതാവ് റോസ്മേരി, അവരും ഒരു നേഴ്സാണ് പാലായിൽ. മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ആൾക്കാരാണ്. ഈ ഐവിനാണെങ്കിൽ അവിടെ പിന്നെ വിമാന കമ്പനികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്വകാര്യ സ്ഥാപനമുണ്ട്, അവിടുത്തെ സ്റ്റാഫാണ്. നിസ്സാര കാര്യത്തിനാണ് ഈ പ്രകോപനം ഉണ്ടായത്. ചെറിയ കാര്യം, വണ്ടികളാവുമ്പോൾ തട്ടും മുട്ടും സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സാധനമാണ്. ഈ വാഹനങ്ങളാകുമ്പോഴത്തേക്ക് തട്ടുമുട്ടുകയൊക്കെ ചെയ്യും. ഇനി എത്ര നല്ല ഡ്രൈവർ ആണെങ്കിലും ചെറിയൊരു അശ്രദ്ധ ഉണ്ടായി കഴിഞ്ഞാൽ വാഹനം തട്ടും, തീർച്ചയായിട്ടും തട്ടും. അത് ആ റോഡിലുള്ള ഇത്തരം പ്രതികാരങ്ങൾ വീട്ടാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഇവരെ ആർ പൊന്നി എന്ന് പറയുന്നത് CSFൻ്റെ DIG ആണ്. ആർ പൊന്നി ഇവർക്കെതിരെ എൻക്വയറി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 പേരെയും CSF സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ജോലി പോവും. അതിലൊരു പിന്നെ ഇന്റേണലായിട്ടുള്ളൊരു എൻക്വയറി നടക്കുന്നുണ്ട്. ഇപ്പോൾ എവിഡൻസ് ഉണ്ടല്ലോ, CSF പിരിച്ചുവിടും. ഇത് കേരള പോലീസ് പോലൊന്നുമല്ല, സെൻട്രൽ സെക്യൂരിറ്റിയാണ്. നടപടികൾ സ്പീഡായിട്ട് ഉണ്ടാവുമായിരിക്കും അല്ലേ? വേഗത്തിൽ തന്നെ നടപടിയെടുക്കും. അങ്ങനെയുള്ള ക്രൈമിലൊക്കെ പുറത്ത് ഉൾപ്പെടുക എന്നുള്ളത് അവരെ വളരെ ഗുരുതരമായിട്ട് കാണും. സേന അതിനെ വളരെ സീരിയസ് ആയിട്ട് കാണും. 2 പേരെയും പിരിച്ചുവിടും. അവർക്ക് എൻക്വയറി അകത്ത് അവരുടേതായിട്ടുള്ള ആഭ്യന്തര അന്വേഷണവും നടക്കുന്നുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ സർവീസിൽ നിന്നും പുറത്തു പോകേണ്ടി വരും. ഈ ചില ആളുകളൊക്കെ ഉണ്ട് ഇതുപോലെ സേനയിലുള്ളവർ ലീവ് എടുത്ത് നാട്ടി വന്നിട്ട് ഇവിടെ വലിയ കുഴപ്പങ്ങളുണ്ടാക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കുഴപ്പമുണ്ടാക്കുകയാണെങ്കിൽ ഇവിടുന്ന് പോലീസ് റിപ്പോർട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കും. അവരാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നീക്കുന്നത്. ഇവിടെ നമ്മുടെ മറ്റേ അമ്പൂരി വധക്കേസുണ്ടല്ലോ, അമ്പൂരിയിൽ രാഖി എന്ന് പറയുന്ന ഒരു കുട്ടിയെ കൊന്ന് ഉപ്പിട്ട് കുഴിച്ചു വെച്ചായിരുന്നു. ഒരു സൈനികനായിരുന്നു, അയാളെ പിരിച്ചുവിട്ടു സേന. ഇവിടുത്തെ വിധി വരുന്നതിന് മുമ്പ് അയാളെ സേന പുറത്താക്കി. ഇപ്പം ഇവരെ 2 പേരെയും ഇപ്പോൾ പിരിച്ചുവിടും. പക്ഷേ വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകമാണ്. ദേഹമാസകരം മുറിവാണ് എന്നാണ് ഈ ഫോറൻസിക് സർജൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ദേഹമാസകരം, ഇൻക്വസ്റ്റിലും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ദേഹമാസകരം മുറിവേറ്റിട്ടുണ്ട്. ചതവുകളും ഉണ്ട്. 70 കിലോമീറ്ററിന് മുകളിൽ വേഗതയിൽ ഒരാൾ ബോണറ്റിൽ പിടിച്ച് കിടക്കുക, വൈപ്പറിൽ പിടിച്ചാണ് കിടന്നത്. വൈപ്പറിൽ പിടിച്ച് കിടക്കുകയായിരുന്നു. പിന്നെ അത് പുതിയ വാഹനം ആയതുകൊണ്ടാണ്. വേറെ ഒരു വാഹനമാണെങ്കിൽ വൈപ്പറൊക്കെ ഒടിഞ്ഞ് തെറിച്ചു പോകാൻ വരെ അധികം സമയമൊന്നും വേണ്ട. നമ്മളൊന്നും ആലോചിച്ച് ഒരു 70 കിലോമീറ്ററുള്ള വണ്ടിയിലെ ബോണറ്റിൽ കിടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും മദ്യപിച്ച് ആദ്യ ബ്രേക്ക് ഇട്ടതിന് ശേഷം ഐവിൻ തറയിലേക്ക് വീഴുന്നില്ല. വീണ്ടും ഈ പറഞ്ഞ കണക്കൊരു സഡൻ പ്രകോപനം ഒന്നും നമുക്ക് ആദ്യഘട്ടത്തിൽ പറയാമെങ്കിലും പിന്നെയും അവരുടെ മുകളിലേക്ക് കൂടെ വാഹനം ഐവിൻ്റെ മുകളിൽ കൂടെ വാഹനം കയറ്റി ഇറക്കൊണ്ട് പോകുമായിരുന്നു അല്ലേ? കയറ്റി ഇറക്കാൻ പറ്റില്ല. അത് എക്സ്പ്രസോ ഒക്കെ ചെറിയ വലിയ പൊക്കമില്ലാത്ത വണ്ടി, അതൊന്നും കയറി ഇറങ്ങി പോകത്തൊന്നുമില്ല. അത് വലിച്ചു നിറക്കത്തേ ഉള്ളൂ. വീണതിന്റെ ആഘാതത്തിലുണ്ടായ തലക്കേറ്റ വീണതിന്റെ ഈ ബ്രേക്ക് ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ഇയാൾ തെറിച്ച് നിന്ന് റോഡിൽ തലയടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സമാനമായിട്ടുള്ള എന്തെങ്കിലും വസ്തു
അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും കല്ലോ എന്തെങ്കിലും മയിൽക്കുറ്റിയോ അങ്ങനെ എന്തെങ്കിലും സാധനം. എന്തായാലും ഈ വീണതിന് ശേഷവും ഇയാൾ വലിച്ചു നിരക്കിയിട്ടാണ് ഈ അപകടം സംഭവിച്ചത്. അല്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് സംസാരിച്ചാൽ തീരാവുന്ന ചെറിയ പ്രശ്നമാണ്. രണ്ടുപേരുടെയും വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും ഉരഞ്ഞിട്ടുണ്ട്. അത് സംസാരിച്ചാൽ തീരാവുന്ന വിഷയമാണ്. നമ്മളിവിടെ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പാണ് നമ്മുടെ ഇതുണ്ടല്ലോ കൈമനം ജംഗ്ഷനിൽ പിന്നെ ഒരു പ്രശ്നമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തന്നെ അവിടുത്തെ സിഗ്നൽ അങ്ങ് ഓഫായി പോകും. ഇടയ്ക്കിടയ്ക്ക് അതങ്ങ് ഓഫായി പോകും. അതെന്തോ കാര്യമൊന്നും പറയില്ല. ചിലപ്പോൾ വണ്ടികളൊക്കെ ഇങ്ങനെ അടുത്തെത്താറാകുമ്പോഴേ ഇതങ്ങ് ഓഫാവും. അങ്ങനെ ഒരു പ്രാവശ്യം ഇത് ഓഫായി കിടന്നിട്ട് ഇത് പെട്ടെന്ന് കയറി ഓണായി. റെഡ് കത്തിയപ്പോഴത്തേക്ക് ഫ്രണ്ടിൽ പോകുന്ന ബൈക്കുകാരൻ ചവിട്ടി നിർത്തി. പുറകിൽ വന്ന ബൈക്കുകാരൻ ഇവനെ ഒന്ന് ചെറുതായിട്ട് തട്ടി. പിന്നെ ഇവർ തമ്മിൽ അവിടെ പൂരാടി. അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിഗ്നൽ മൊത്തം ബ്ലോക്കാക്കി, റോഡ് മൊത്തം ബ്ലോക്കാക്കിയിട്ട് ഹെൽമെറ്റ് ഒരുത്തൻ്റെ ഹെൽമെറ്റ് വെച്ച് അടിച്ചിട്ട് അവന് സമാധാനം വരെ കിട്ടാതായപ്പോഴത്തേക്ക് തൊട്ടടുത്ത് നിന്ന ഒരു പെങ്കൊച്ച് വന്നിട്ടുണ്ടായിരുന്നു ഒരു 2 വീലറിൽ. അതിന്റെ ഹെൽമെറ്റ് ഒരു ചൂരി അടിക്കുന്നവൻ. ഇവന്റെ ഹെൽമെറ്റ് പോയി. കലി തീരുന്നില്ല. റോഡിലുള്ള നിസ്സാര പ്രശ്നങ്ങളാണ്. ഇങ്ങനെയുള്ള ചെറിയ വിഷയങ്ങൾക്കാണ് ഒരു കൊലപാതകം. 24 വയസ്സേ ആ കുട്ടിക്ക് നാട്ടിൽ എന്താ പറയുക ഇവിടെ ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായുള്ളൂ. ഈ അമ്മയും അച്ഛനും ഒക്കെ വളരെ വൈകാരികമായിട്ടാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അതെ അതെ, അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ്. ഇത് ശിക്ഷ കിട്ടും, തെളിവുണ്ടല്ലോ. തെളിവ് ഉള്ളത് കൊണ്ട് തന്നെ ശിക്ഷ ഉറപ്പായിട്ടും കിട്ടും. ചേട്ടൻ പറഞ്ഞ പോലെ കോടതിയുടെ വിധി ഉണ്ടാകുന്നതിന് മുന്നേ സേനയിൽ നിന്ന് പിരിച്ചുവിടുന്ന അവരുടെ ഇന്ത്യയിലെ അവർക്ക് ഇവിടുത്തെ കോടതിയുടെ വിധിയൊന്നും പ്രശ്നമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം കോടതി എന്നുള്ള വിധി വരണം എന്നൊന്നുമില്ല. അവരൊരു ഇന്റേണൽ എൻക്വയറി നടത്തും. ഇന്റേണൽ എൻക്വയറിയിലെ റിപ്പോർട്ടിൽ എന്ത് പറയുന്നോ അപ്പോൾ അതിൽ ഇവർ കുറ്റക്കാരാണ് എന്ന് പറയുന്നതിൻ്റെ തൊട്ട് പിന്നാലെ പിന്നെ ആക്ഷനൊന്നുമില്ല, പിന്നെ ഇവരെ പിരിച്ചുവിടുക എന്നുള്ളതാണ്. 10-80 രൂപയോളം സാലറിയുള്ള മനുഷ്യരാണ്. 80,000 രൂപയോളം കിട്ടുന്ന ആൾക്കാരാണ്. പിന്നെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്. പിന്നെ ഇവർക്ക് മറ്റ് സേനകളെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് വലിയ റിസ്ക് ഇല്ലാത്തവരാണ്. CISF വലിയ റിസ്ക് ഇല്ല. കാരണം രാജ്യത്തെ വിമാനത്താവളങ്ങളും വ്യവസായ സ്ഥാപനങ്ങൾക്കൊക്കെ സുരക്ഷ ഒരുക്കിയാൽ മതി. CISF വലിയ പ്രശ്നമുള്ള റിസ്ക്കുള്ള ത്രെട്ടൊക്കെ അവർക്ക് വളരെ കുറച്ചാണ്. ഏറ്റവും വലിയ ത്രെട്ട് വരുന്നത് ഈ CRPF-കാർക്കാണ്. CRPF-നൊക്കെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളത്. അവർക്കാണ് ഈ എന്താ പറയുക ഈ മാവോയിസ്റ്റ് മേഖലകളിലെല്ലാം തന്നെ പോയി ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ കശ്മീരിൽ സേന കഴിഞ്ഞാൽ പിന്നെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ടെൻഷനിൽ നിൽക്കുന്നത് CRPF-കാരാണ്. അവരെ മിക്കപ്പോഴും അവർ ആക്രമിക്കപ്പെടാറുണ്ട്. പുൽവാമയിൽ അവർ ആക്രമിക്കപ്പെട്ടു. പിന്നെ ദന്തേവാഡയിൽ 72 പേരെയാണ് കൊലപ്പെടുത്തിയത് മാവോയിസ്റ്റുകൾ. ഇപ്പം റിസ്കിൽ നിൽക്കുന്ന ഒരു ഏറ്റവും വലിയ റിസ്കിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരാഴ്ചക്കിടെ അവർ വലിയൊരു ഓപ്പറേഷൻ നടത്തി മാവോയിസ്റ്റുകൾക്കെതിരെ. 38 മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തി. അതിനിടയിൽ അവരുടെ ഒരു ഡോഗ് അത് പിന്നെ തേനീച്ച കുത്തി അത് മരണപ്പെട്ടു. ഇവർക്ക് വലിയ റിസ്ക് ഇല്ലാതെ ജോലി ചെയ്യുമ്പോഴത്തേക്ക് രാത്രി മദ്യപിച്ചപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവനങ്ങ് എടുത്തു. ഇപ്പം എന്തായാലും ഒരു തിരിച്ചുപോക്ക് ഇവിടെ നിന്ന് നടക്കില്ല. സാധാരണഗതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ പോലെ ഒരു മെച്ചുറായിട്ടുള്ളൊരു പെരുമാറ്റം പ്രതീക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് ഇവരൊക്കെ. അതെ അതെ, തീർച്ചയായും. ഇവർക്ക് നിരവധി എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടായിട്ടുള്ള ആൾക്കാരും ആയിരിക്കുമല്ലോ, പല ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടോ അല്ലാതെ. അതെ അതെ, ഇവർക്ക് പിന്നെ ജാമ്യം കിട്ടത്തില്ല. 90 ദിവസത്തിന് മുമ്പേ നോക്കിക്കോ പോലീസ് കൊണ്ടുപോയി കുറ്റപത്രം കൊടുത്തത്. കാര്യം ഇവിടുന്ന് മുങ്ങിയാൽ കിട്ടത്തില്ല എന്നുള്ളത്. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരെ കിട്ടാൻ വലിയ പാടാണ്. ഇങ്ങനെയുള്ള വിഭാഗത്തിന് എല്ലാ ഭാഷയും അറിയായിരിക്കും. സേനയിലുള്ളതായതുകൊണ്ടേ ഒരുമാതിരി എല്ലാ ഭാഷയും അറിയായിരിക്കും. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും പോയി താമസിക്കാൻ പറ്റും, ജീവിക്കാനുള്ള ഭാഷ അറിയാം. രണ്ട് സൈനികർ പണ്ട് ഒരു കൊലപാതകം നടത്തി. ഒരു കൊലപാതകമല്ല, 2 എണ്ണം. ഒരു സ്ത്രീയെയും സ്ത്രീയുടെ കുഞ്ഞിനെയും കൊലപ്പെടുത്തി. അതിലൊരു സൈനികൻ്റെ അഫയർ ആയിരുന്നു ആ സ്ത്രീ. 2 പേരെയും കൊലപ്പെടുത്തി. അവർ മുങ്ങിയിട്ട് 10-12 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അവരെ കിട്ടിയത്. അവർ മുങ്ങിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല. അതുകൊണ്ട് പോലീസ് കോടതിയിൽ അത് അനുസരിച്ച് തന്നെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്ത് ഇവരുടെ ജാമ്യാപേക്ഷ വരുമ്പം പോലീസ് അതിശക്തമായി എതിർക്കും. പ്രോസിക്യൂഷൻ പറയാൻ വന്ന തന്നെ പ്രധാനപ്പെട്ട ഡയലോഗ് ഇതായിരിക്കും: ഇവരെ പോയാൽ കിട്ടില്ല, ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വാദവും വിസ്താരവും ഒന്നും നടക്കില്ല എന്നുള്ള കാര്യം പോലീസ് അറിയിക്കും. അങ്ങനെയാണെങ്കിൽ കോടതി അതിനെ പരിഗണിക്കുക, സീരിയസ് ആയിട്ട് തന്നെ കാണും. ഇങ്ങനെയുള്ളവർ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല എന്ന് കോടതിക്ക് അറിയാവുന്ന കാര്യമാണ്. ശിക്ഷ കിട്ടും, ജീവനൊന്നും കിട്ടും, ഉറപ്പാണ്. പിന്നെ 100% കൃത്യമായ എവിഡൻസും ഉണ്ട് അല്ലേ? ക്യാമറ എവിഡൻസ് ഉണ്ട്. പിന്നെ ദൃക്സാക്ഷിയുണ്ട്. ഒരു ക്യാമറ ഫുട്ടേജിൽ ഇവർ സംസാരിക്കുന്ന ഓഡിയോ ഉൾപ്പെടെ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, ആ തർക്കം നടക്കുന്നത് അതാ വീട്ടിൽ നിന്നുള്ള ഫുട്ടേജ്. അതിലാണ് ഇവരുടെ ഓഡിയോ വളരെ കൃത്യമായിട്ട് ഉള്ളത്. ഈ കാലഘട്ടത്തിലൊന്നും ഇനി കേരളത്തിൽ ഒരു ക്രൈമൊന്നും അങ്ങനെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. എളുപ്പം രക്ഷപ്പെടാൻ പറ്റില്ല. ആകെപ്പാട് നമ്മുടെ ഈ സ്റ്റേറ്റ് വളരെ ചെറുതാണ്. പിന്നെ മുക്കിന് ഇവിടെ CCTV ഇരിപ്പുണ്ട്.
ഏതെങ്കിലും ഒരു CCTV നമ്മൾ പെടും. CCTV വന്നതിൽ പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പോലീസ് കേസുകളെല്ലാം തെളിയിക്കുന്ന CCTV വെച്ചാൽ. എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും നമ്മുടെ റോഡിലെ CCTV-കളല്ല, പ്രധാനമായിട്ട് ആൾക്കാർ വെച്ചിരിക്കുന്ന ആളുകൾ വെച്ചിരിക്കുന്ന CCTV-യിൽ എങ്ങനെയായാലും അതൊരു മെയിൻ്റനൻസ് ഒക്കെ അവർ കൃത്യമായിട്ട് നോക്കുമല്ലോ. നമ്മുടെ റോഡിൽ എങ്ങനെയായാലും വർക്ക് ചെയ്യും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. ഒട്ടുമിക്ക CCTV-ക്കും ഏതാണ്ട് 1 വർഷം വരെ ബാക്കപ്പ് ഉണ്ട്. 1 വർഷം വരെ ബാക്കപ്പ് ഉള്ള CCTV-കളുണ്ട്. ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. 1 വർഷം വരെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ചിലപ്പോൾ അതിൽ കൂടുതലും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന CCTV-കളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള CCTV-കളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ക്രൈമൊന്നും ഇനി വലിയ ബുദ്ധിമുട്ടാണ്. വേറൊരു സ്റ്റേറ്റിലൊക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതിൽ ഒരു പ്രതിയെ ചേട്ടാ എനിക്ക് തോന്നുന്നു പിറ്റേ ദിവസമാണ് പിടികൂടിയത്. അതെ, മോഹൻകുമാർ ഓടിക്കളഞ്ഞു. അയാളെ പിറ്റേന്നാണ് കിട്ടിയത്. അയാൾ സ്ഥലം വിട്ടു, ഓടി രക്ഷപ്പെട്ടു. ഈ വിനയകുമാർ അവിടെ പെട്ടുപോയി. അയാളെ എയർപോർട്ടിൽ വെച്ചിട്ടായിരുന്നു പോലീസ് പിടികൂടിയെന്ന് തോന്നുന്നില്ല. അല്ല, അയാൾ ജോലിക്ക് ചെന്നു. ജോലിക്ക് തിരിച്ച് അയാൾ ഒന്നും സംഭവിക്കാത്ത പോലെ പിറ്റേന്ന് ജോലിക്ക്. അവിടുന്ന് ആ പോലീസ് വന്നെടുത്തത്, അങ്കമാലി പോലീസ് എടുത്തത്. എന്തായാലും ഇതിൽ 2 പേരുടെയും ഭാവി പോയി, ആ കുട്ടിയുടെ ജീവനും പോയി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. സേനയ്ക്ക് നാണക്കേട് പോയി. ദേശീയ മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ധാരാളം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ചില ദേശീയ മാധ്യമങ്ങൾക്ക് ദേശവിരുദ്ധ താല്പര്യമുള്ള ചില ദേശീയ മാധ്യമങ്ങളുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ വലിയ രീതിയിൽ അത് അത്തരം ദേശീയ മാധ്യമങ്ങളിൽ വാർത്തയാകുന്നുണ്ട്. ഒരു സൈനികർ ഒരാളെ കൊലപ്പെടുത്തി എന്നുള്ള രീതിയിൽ അതിലുള്ള സേനയ്ക്കും നാണക്കേടായി. തീർച്ചയായിട്ടും സേനയ്ക്കും വലിയ നാണക്കേടാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് അവരുടെ DIG R. പൊന്നി നിമിഷ നേരം കൊണ്ട് തന്നെ എൻക്വയറി പ്രഖ്യാപിച്ചത്. അപ്പോൾ ഏതായാലും പണി പോവും. ശരി.